രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ ഈ മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 2 വർഷമായില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഒന്ന് സന്ദർശിക്കാത്തത്? മതേതരത്വവാദികളാണെങ്കിൽ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? പാകിസ്ഥാൻ വന്ന് കാശ്മീരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുഞ്ഞാടുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കയിലെ കോൺഗ്രസ് ഇരകളായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ വേട്ടയാടുന്ന മൃഗത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക ചെയ്യുന്നത്. ഈ ഒരു ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി എന്തുകൊണ്ട് നൽകാൻ നമ്മൾ താമസിക്കുന്നു? എന്തൊക്കെയാണ് ഈ ശക്തമായ തിരിച്ചടി എന്ന് പറയുന്നത്? അല്ല, ആനയുടെ കാര്യം പറഞ്ഞു, ചേനയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ വേറെ കാര്യങ്ങളിലേക്ക് 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ ആദിലിന്റെ വീട്ടിലേക്ക് മാത്രമാണല്ലോ രാഹുൽ പോയത്. ബാക്കി 25 പേരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ബാക്കിയുള്ള 26 പേര് 25 പേര് മരണപ്പെട്ടു. പോലെ കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കിഴങ്ങ് പുഴുകാനിരുന്നപ്പോൾ മരിച്ചാണോ? 3 തവണ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാതെ. മോദി സർക്കാരിനെ തൂത്തെറിയാൻ, കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളരെ കൃത്യമായ അജണ്ട കുറച്ച് നാളുകളായി ഇവിടെയുണ്ട്. അതിന്റെ നിഴൽ പിടിച്ചാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു മിത്താണെന്ന് രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പറയുമോ? അല്ലെങ്കിൽ യേശു ക്രിസ്തു മിത്താണെന്ന് രാഹുലിന് പറയാൻ കഴിയുമോ? കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. എല്ലാ മതവിഭാഗങ്ങളോടും തുല്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ ഈ മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 2 വർഷമായില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഒന്ന് സന്ദർശിക്കാത്തത്? മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മണിപ്പൂരിൽ കലാപം തുടങ്ങുന്നത്. മോദി അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ലേ അവിടെ കലാപം ഉണ്ടാകുന്നത്? യുപിഎ ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ 2 വർഷമായ ഈ 2023 മെയ് മാസം അവിടെ കലാപം തുടങ്ങിയത് അന്നാരായിരുന്നു ഭരിക്കുന്നത്? സംസ്ഥാനമാണ് മണിപ്പൂർ. അപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല മണിപ്പൂരിൽ ഇങ്ങനെ ആളിക്കത്തുന്നത്. 2023 തുടങ്ങിയ കലാപം 2 വർഷമായി, 2 വർഷം പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ട് ആ കലാപബാധിത പ്രദേശത്ത് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നില്ല? വാക്കുകൾ കേട്ടാൽ തോന്നും ഇവിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. ഇവർ ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കോൺഗ്രസിന് കൃത്യമായ സ്വാധീനമുണ്ടായിരുന്ന സമയത്ത് അവിടെ മാസങ്ങളോളം നിന്ന് കത്തിയില്ലേ മണിക്കൂർ? വർഷങ്ങളോളം 3000-ലധികം പേർ കലാപത്തിൽപ്പെട്ട് അവിടെ മരിക്കേണ്ടി വന്നില്ലേ, കൊല്ലപ്പെടേണ്ടി വന്നില്ലേ? ഇത് വിസ്മരിച്ചുകൊണ്ടാണ് മണിപ്പൂരിൽ ഇപ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നത്. റജി, താങ്കൾ കോൺഗ്രസിന്റെ സഹയാത്രികനാണെന്ന് പറഞ്ഞു. ഒന്നെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ചർച്ചയിൽ സംസാരിക്കാൻ. ആനയുടെ കാര്യം പറയുമ്പോൾ ചേനയുടെ കാര്യം പറയരുത്. ചോദ്യം ശ്രീരാമനെ അവഹേളിച്ചതിനെ കുറിച്ചാണ്. ആ സമയത്താണ് താങ്കൾ മണിപ്പൂരിന്റെ കാര്യം പറയുന്നത്. നിനക്ക് മാനാഭിമാനില്ലാത്ത എന്താ ചെയ്യാ? എത്ര കാലായി ഇനി മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞാൽ താങ്കളുടെ വിചാരം ഈ മണിപ്പൂരിൽ കലാപം ഈ 2 വർഷം മുമ്പ് ഉണ്ടായ കലാപമാണെന്നാണോ? മണിപ്പൂരിൽ 1946, 1948, 1956, 1967 നിങ്ങൾക്ക് മണിപ്പൂരിന്റെ ചരിത്രം പരിശോധിക്കണം മിസ്റ്റർ. മണിപ്പൂരിലെ 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ കാലങ്ങളായി നടന്നതാണ്. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 5630ഓളം ആളുകൾ കൊല്ലപ്പെട്ട കലാപമുണ്ടായിട്ടുണ്ട്. നിരവധി കലാപങ്ങളുടെ കേന്ദ്രമാണ് മണിപ്പൂർ അടക്കമുള്ള പല നോർത്ത് ഈസ്റ്റ് ഏരിയ. അവിടെ നാഗന്മാരും മണിപ്പൂരികളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്ന സ്ഥലമാണ് മണിപ്പൂര്. സംശയമുണ്ടോ താങ്കൾക്ക്? സംശയം ഉണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ മണിപ്പൂര് അവിടുത്തെ കലാപത്തെ കുറിച്ച് ഒന്ന് പഠിക്കുക. അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും. പിന്നെ രാഹുൽ ഗാന്ധി ശ്രീരാമൻ മിത്താണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയോ തെറ്റോ? താങ്കൾ സഹയാത്രികനല്ലേ? തെറ്റാണെങ്കിൽ പരസ്യമായി തെറ്റാണ് പറയാൻ. അല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയം മതേതരത്വമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ മതേതരത്വം ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത്. എന്ത് മതേതരത്വം? ഇവിടുത്തെ എന്ത് മതേതരത്വമാണ്? മതേതരത്വവാദികളാണെങ്കിൽ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? എന്തിനാ നിങ്ങൾ മതേതരത്വവാദികളാണെങ്കിൽ പാകിസ്ഥാൻ വന്ന് ഈ കാശ്മീരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ടേ? നിങ്ങളുടെ ഭാഷ ഇപ്പോഴും നേരത്തെ മിസ്റ്റർ ആരിഫ് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഷയിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുഞ്ഞാടുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കയിലെ കോൺഗ്രസ്
നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതിന് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വേണം. അതിനുവേണ്ടി നിങ്ങൾ മമതാ ബാനർജിയുടെ ഭരണകാലഘട്ടത്തിൽ ആണെങ്കിലും ശരി, കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും ശരി, നിങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയാടുമ്പോ നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേട്ടയാടപ്പെടുന്ന പാവപ്പെട്ട ഇരകളായിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ വേട്ടയാടുന്ന മൃഗത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക ചെയ്യുന്നത്. അതാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായത്. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ കിഴക്കൻ ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പട്ടേലുമായി തെറ്റിയത്, ശ്യാമപ്രസാദ് മുഖർജിയുമായി തെറ്റിയത്, ഡോക്ടർ അംബേദ്കറുമായി തെറ്റിയത്? നിങ്ങൾ ഡോക്ടർ അംബേദ്കറുടെ കൃതി വായിക്കണം. വളരെ പരസ്യമായിട്ടല്ലേ. ഞാൻ ഒരിക്കൽ കൂടെ ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യാണ്. ആരിഫ് എന്നോട് ദേഷ്യം വരരുത്. ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോ മൗനമായിട്ട് ജവഹർലാൽ നെഹ്റു നിന്നു എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞില്ലേ? പാകിസ്ഥാൻ വിഭജനവുമായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ പുസ്തകമില്ലേ? ഒരുപക്ഷെ ദീനദയാൽ ഉപാധ്യായും അതേപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും പറഞ്ഞതിനേക്കാൾ അതിശക്തമായ ഭാഷയിലാണ് അംബേദ്കർ സംസാരിച്ചത്. സുഹൃത്തുക്കളെ, കാലങ്ങളായി നിങ്ങൾ തുടങ്ങിയത്. ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ഹിന്ദു വിരുദ്ധതയായിരുന്നു, സാംസ്കാരിക വിരുദ്ധതയായിരുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും എല്ലാ കാലഘട്ടത്തിലും അധിക്ഷേപിക്കാൻ ശ്രമിച്ച ആളാണ്. അഥവാ പലപ്പോഴും അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൂട്ടുനിൽക്കുകയായിരുന്നു. അതിങ്ങോട്ട് വന്നപ്പോൾ കൂടി ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരമോടിയിലെത്തിയിരിക്കുകയാണ്. അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? ഞാൻ രണ്ടു വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. കോൺഗ്രസിന് വർഗീയ ചായ്വ് ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു തെറ്റ് എങ്കിൽ കോൺഗ്രസ് മതേതരത്വ ജനാധിപത്യ പാർട്ടിയാണ്. ഇത്ര ആവേശത്തോടെ ബഹുമാന്യനായ BJP വക്താവ് അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്കെതിരായ ഈ ഭീകരാക്രമണം പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്നപ്പോ കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകുകയുണ്ടായി. എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ കോൺഗ്രസിന്റെ നിങ്ങൾ ഇവ പറഞ്ഞത് തന്നെ തെറ്റാണ്. പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്ന ആക്രമണം അത് തെറ്റാണ്. അക്രമം നടത്തിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കില്ല. നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഈ ഒരു ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി എന്തുകൊണ്ട് നൽകാൻ നമ്മൾ താമസിക്കുന്നു? എന്തൊക്കെയാണ് ഈ ശക്തമായ തിരിച്ചടി എന്ന് പറയാം? അല്ല, ആനയുടെ കാര്യം പറഞ്ഞു, ചേനയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ വേറെ കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിക്കുന്നു, ഈ ശക്തമായ തിരിച്ചടി എന്ന് വെച്ചാൽ എന്താണെന്ന് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി സർക്കാരിന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഒരു സെക്കൻഡ്. 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ എന്ന് പറയുന്ന കശ്മീരി യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഈ 25 പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ? സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത് എന്താ? ബാക്കി 25 പേരും ഭാരതീയരല്ലേ? മാഡം നോക്കൂ, കഴിഞ്ഞ 30 വർഷമായി ആദ്യമായിട്ടാണ് ഭീകരപ്രവർത്തനത്തിനെതിരെ ജമ്മു കാശ്മീരിൽ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. നമ്മളത് കണ്ടില്ലെന്ന് ശ്രേജി, 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ ആദിലിന്റെ വീട്ടിലേക്ക് മാത്രമാണല്ലോ രാഹുൽ പോയത്. ബാക്കി 25 പേരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? കൊച്ചിയിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ബലിദാനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചോ? മിനിമം ലക്ഷക്കണക്കിന് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് വിട്ടതല്ലേ ഇവിടെ നിന്ന്? അതായത് 30 വർഷമായി കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കണ്ടത്. കാരണം ഭീകര പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിച്ചു. അതിനെ നമ്മൾ വിസ്മരിക്കരുത്. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ശരി, വിസ്മരിക്കുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് എന്തുകൊണ്ട് വന്നു എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ വ്യക്തമാക്കും. കശ്മീരിൽ പറയട്ടെ. അതെ, നിങ്ങൾ സമ്മതിച്ചല്ലോ 30 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് കണ്ടു. അങ്ങനെ കാണുന്നതിന് കാരണമായത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? നിങ്ങളുടെ പാർട്ടി പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ 30 വർഷം പിന്നോട്ടേക്ക് നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ആദിലിന്റെ വീട്ടിലേക്ക് പോന്നു. അത്
അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ള 26 പേര് 25 പേര് മരണപ്പെട്ടു, വല്ല കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിരുന്നപ്പോൾ മരിച്ചാണോ? നിങ്ങൾ എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ നിങ്ങൾ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവന്നിട്ടു, മണിപ്പൂരിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കേരളത്തിൽ വഖഫിന്റെ വിഷയം ഉണ്ടായി, ഇത്ര നാളും ഈ വിഷയം ഉണ്ടായിട്ട് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് അത് അവിടെ സന്ദർശിച്ച് പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനുണ്ടാകുമ്പോൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞതല്ല വിഷയം. ഞാൻ 3 തവണ നിങ്ങളോട് ആവർത്തി ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിലാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്. ഞാൻ ഇപ്പോഴും അവസാനം ഇതേ തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റുമോ ഈ രാമനും ഒക്കെ കണക്കാണ്, അതേപോലെ അള്ളാഹുവും മിത്താണ് എന്ന് ഒഴുക്കമട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് അതേ അറിയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമുക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ചർച്ച ചെയ്യാലോ. ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാതെ. അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. ഈ പ്രതിസന്ധി കനകാമ്പനെ തരണം ചെയ്തേ പറ്റൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10, 15, 14 ദിവസത്തിന് മുമ്പുള്ള ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തതിന്റെ സാങ്കത്യം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അന്ന് വേറൊരു പ്രശ്നമുണ്ടായി, അതുകൊണ്ട് അത് മാറ്റി വെച്ചാണ്. ഇന്നാണ് അത് നീക്കി വെച്ചത്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ പറയൂ, ഇന്ന് വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ തൃശ്ശൂർ വരെ നടക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇത് പറയൂ. വേറെ ഒന്നുമില്ലെന്നേ, വേറെ ഒന്നുമില്ല, എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. നിങ്ങളുടെ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. അതൊരു ന്യായവൈകല്യമാണ്, അത് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്, ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ്. ഈ റെഡ് ഹെറിംഗ് ഒന്നും മനസ്സിലാവാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആ നിലവാരം വെച്ച് ബാക്കിയുള്ളവരെ അളക്കരുത്. എനിക്ക് അത്ര പറയാം. നിങ്ങൾ പച്ചയ്ക്ക് പറയും. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലും ചരിത്രപരമായിട്ടോ നമുക്ക് അതിനെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒറ്റവാക്കി പറയുന്നത് ഇതുപോലെ കാര്യമല്ല. നമുക്ക് ശാസ്ത്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും പറയൂ. ചരിത്രപരമായിട്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാമൻ എന്താ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അല്ല, ചവിട്ടിയതാണില്ല. ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ അള്ളാഹുവിനെ ഫിക്സ് ചെയ്യൂ എന്നിട്ട് പറയൂ. നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് അള്ളാഹുവിനെ ഒന്ന് തിരുകൂ. അള്ളാഹുവിനെ തൽക്കാലം ആ ഷൂവിലേക്ക് ഒന്ന് ഇറക്കി വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ. രാഹുൽ ഗാന്ധിയോട് ചോദിച്ച സുദീർഘമായ ഒരു ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം ഞാനൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ആ കോണ്ടെക്സ്റ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പഹൽഗാമിൽ ഒരു അക്രമം ഉണ്ടാകുന്നു. 26 പേരെ മുണ്ട് പൊക്കി നോക്കിയിട്ട് മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇത് കലിമ ചൊല്ലിച്ചിട്ട് കൊല്ലുന്നു. ആ സംഗതി അതൊരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു രീതിയാകുന്നു. അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം ആകുന്നു. അതിന്റെ പിന്നിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും അള്ളാഹു ഒക്കെ ആകുമ്പോ ആ അള്ളാഹു അത് കുഴപ്പക്കാരനാണോ അല്ലേ? ആ നബി കുഴപ്പക്കാരനാണോ അല്ലേ? അതൊരു മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, അതിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു, അതിന്റെ റെലവൻസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, അത് ശരിയാണോ അല്ലേ, അത് മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. നോക്കൂ ശ്രീ ആരിഫ്, അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ കഴിയും. അതാ പറയൂ. അത് ഗവൺമെന്റ് അക്കാര്യം പരിശോധിച്ച് ഗവൺമെന്റിനെ വിടൂ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റിന്റെ കാര്യം അവർക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. മോദി അവിടെ തലകുത്തി അവിടെ എന്താണ് മണ്ണപ്പം ചുട്ട് കളിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. മോദി മണ്ണപ്പം ചുട്ട് കളിക്കണേ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം നിങ്ങൾ പറയൂ. നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ അതിന്റെ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയൂ. ഈ പറയുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ അള്ളാഹു മിത്താണോ അല്ലേ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ അല്ലാഹുവിനെതിരെയോ യേശുക്രിസ്തുവിനെതിരെയോ ഒരു വാക്ക് ഉരിയാടാനുള്ള ത്രാണിയില്ല. അത് നമ്മൾ അംഗീകരിക്കൂ. ഇപ്പോൾ എത്ര നേരമായി ആരിഫ് ഹുസൈൻ താങ്കളോട് പറയുന്നു, അങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? നോക്കൂ, നമ്മൾ ആ ഇന്റർവ്യൂ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്റർവ്യൂവിന്റെ ആ ഫുൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹിന്ദു മതത്തിലെ ആരും ഒരു കുത്തക എടുക്കുന്നില്ല എന്നും അത് സഹിഷ്ണുതയുടെ ഒരു മതമാണെന്നും അത് മാത്രമല്ല സാർവത്രികമായ ഒരു സ്വീകാര്യത ആ മതത്തിനുണ്ടെന്നും അങ്ങനെ മതത്വത്തെക്കുറിച്ചും അതിന്റെ ഒരു സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ആദരവ് പ്രകടമാക്കുന്നതിനെ സംബന്ധിച്ചും മനുഷ്യനോട് സഹവർത്തിത്വം പ്രകടമാക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഈ ഹിന്ദു സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി പരിഷ്കരണവാദികളുടെ ഓരോരുത്തരുടെയും ഓരോ സംഭാവനകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് അദ്ദേഹം പല ഘട്ടത്തിലായിട്ട് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗം എടുത്തിട്ട് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം നേടാൻ കഴിയും എന്നുള്ള കരുതലോടെ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഇതിനെ വളച്ചൊടിച്ച് ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു സ്പർദ്ധ വളർത്തുന്നത് രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും വിഭാഗത്തിന് ലാഭം കൊയ്യുമോ എന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിൽ അതൊരു സ്പർദ്ധ വളർത്തുകയും അകൽച്ച ഉണ്ടാകുകയും മതങ്ങൾ തമ്മിൽ ഒരു ഭിന്നത രൂപപ്പെടുകയും ചെയ്യുന്നതിന് മാത്രമേ അത്തരത്തിലുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ശ്രമിക്കുമ്പോഴോ റജി?
ദയവായിട്ട് നിങ്ങളുടെ ഈ ചാനലിൽ ആ ഇന്റർവ്യൂവിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു എങ്കിൽ ഈ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുമായിരുന്നു. നമ്മൾ ഭാഗം മാത്രം എടുത്ത് ചിത്രീകരിച്ച് ഒരു വൈകാരികമായ ഒരു വിഷയമായി അതിനെ മാറ്റി നിർത്തുമ്പോഴാണ് ഇതൊരു വൈകാരിക പ്രശ്നമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. രാമൻ പുരാണ കഥാപാത്രം എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്. അങ്ങ് പറയുന്നത് പോലെ ഈ മത സൗഹാർദ്ദമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകളൊന്നുമല്ല ഇത്തരത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പോലും നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഹിന്ദു വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് വളരെ കൃത്യമായി ഉണ്ട്. അതിനിപ്പോൾ ആ ഇന്റർവ്യൂ മൊത്തം കാണണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മളത് കള്ള പരിപാടിയാണല്ലേ? ഇതൊക്കെ ഒരു നറേറ്റീവിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇത്രയും പഴയ ചോറ് വെച്ച് അതിന്റെ വേവ് നോക്കാൻ എല്ലാ ചോറും എടുത്ത് കഴിക്കേണ്ടതില്ലല്ലോ, ഒരു വറ്റ് കഴിച്ചാൽ മതിയാവും. ശ്രീ ആരിഫ് ഹുസൈൻ, ഞാൻ തുടക്കം മുതലേ ഇപ്പോഴും പറയുന്നത് ഇതാണ്, നമ്മുടെ പ്രശ്നം രാമൻ അല്ലെങ്കിൽ അള്ളാഹു ഇവരുടെ അസ്തിത്വം അല്ല നമ്മുടെ പ്രശ്നം. എന്റെ പ്രശ്നം അതല്ല. എനിക്ക് പറയാലോ അള്ളാഹു മിത്തായതുപോലെ തന്നെ രാമനും മിത്തായെന്ന് എനിക്ക് പറയാം, ഒരു പ്രശ്നമില്ല. അത് തിരിച്ചു മറിച്ച് എങ്ങനെ വേണേലും എനിക്ക് പറയാം. എന്താ കാരണം? നമ്മൾ അതിനെ കാണുന്നു, അതിനകത്ത് ഒരു പക്ഷാഘാതം നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സൈഡ് വലിവ് ഇല്ല എന്നുള്ളതാണ്. എന്താ വെച്ചാൽ തുറന്നു കൊണ്ട് പറയണം, മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഇവിടെ ഇപ്പോ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പണ്ട് പറഞ്ഞു സനാതന ധർമ്മം ഒരു വൈറസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അന്ന് നമ്മൾ ചോദിച്ചു അതേപോലെ ഇസ്ലാം ഒരു വൈറസ് ആണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഞാനൊക്കെ വിളിക്കാറ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പേപ്പട്ടി മതമാണെന്ന് പറയും. കാരണം ആളുകൾ തുണി നോക്കി തലവെട്ടുന്ന മതം വേറെ ഏതോ ഉള്ളത് ഇന്ന്. അതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് മറ്റു മതത്തെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ചോദ്യം വരികയാണ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് മറ്റു മതങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. അവിടെ പറ്റുന്നില്ല. രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല എന്നുള്ളത്, കോൺഗ്രസ് അത് ചെയ്യുന്നില്ല, പകരം അതിന്റെ മൂട് താങ്ങി നടക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഏതായാലും കാലം മാറും, ഇത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം. ഭാവിയിൽ ഇത് വലിയ മാറ്റം ഉണ്ടാകും. കോൺഗ്രസ്സുകാരായിരിക്കും ഇനി എന്തൊക്കെ സ്ഥാനത്തിരുന്നിട്ട് ഇതുപോലെ പറയാൻ പോകുന്നത്. अरे